നമസ്കാരം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്ന പുതിയ നടപടികൾ കേരളത്തിലെ ഭരണകക്ഷിയായ CPM-നെയും സംസ്ഥാന സർക്കാരിനെയും അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ നയിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി മുതിർന്ന നേതാവുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വാർത്ത പുറത്തുവന്നത് പാർട്ടി കേന്ദ്രങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ചിരുന്ന സംരക്ഷണാത്മകമായിട്ടുള്ള നിലപാടുകളുടെ വിശ്വാസ്യതയെ തന്നെ ഈ നീക്കം ചോദ്യം ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം പാർട്ടി സ്വയം തിരുത്തലിനും ജനങ്ങൾക്കിടയിൽ സ്വാധീനം വീണ്ടെടുക്കാനും ഇപ്പോൾ ശ്രമിക്കുന്നതിനിടെ ഉന്നത നേതാക്കൾ തന്നെ ഇപ്പോൾ കുറ്റകൃത്യത്തിൻ്റെ സംശയനിഴലിൽ വരുന്നത് ഭരണ സംവിധാനത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കേസിലെ അന്വേഷണം മുൻ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തിയതോടെ CPM നേതൃത്വം വലിയൊരു പ്രതിരോധത്തിൽ ഇപ്പോൾ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ നടപടി അതീവ രഹസ്യമായിട്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ഇത് സ്ഥിരീകരിച്ചതോടെ പാർട്ടിയുടെ പ്രതിരോധ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു. ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ നീക്കാൻ ജനുവരി 15 മുതൽ വീടുകൾ കയറി വിശദീകരണം നൽകാൻ പാർട്ടി സംസ്ഥാന സമിതി തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായതെന്നത് ശ്രദ്ധേയമാണ്. ഈ വിശദീകരണ യോഗങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നുവെന്നതും അന്വേഷണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്തത് എന്നതും പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ N. വാസു, A. പത്മകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മുൻകാല അവകാശവാദങ്ങൾ ദുർബലമായിരുന്നു. ബോർഡ് ഭരണസമിതികൾക്ക് അഴിമതിയിൽ പങ്കില്ലെന്നായിരുന്നു സർക്കാർ ആദ്യം മുതൽ വാദിച്ചിരുന്നത്. എന്നാൽ പത്മകുമാറും വാസുവും അറസ്റ്റിലാവുകയും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ അഴിമതിയുടെ വേരുകൾ ബോർഡിൻ്റെ ഉന്നതതലങ്ങളിൽ വരെ എത്തിയെന്നത് വ്യക്തമായി. ഇതിനു പിന്നാലെ മുൻ മന്ത്രിക്ക് നേരെയും അന്വേഷണം നീങ്ങിയതോടെ സർക്കാർ സംവിധാനങ്ങൾ വഴി നടന്ന സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഭിന്നതകളും ഈ കേസിനെ തുടർന്ന് മറനീക്കി പുറത്തു വരുന്നുണ്ട്. ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണം പൂശുന്നതിനുള്ള അപേക്ഷകൾ സർക്കാരിൽ നിന്നാണ് വന്നതെന്നും തങ്ങൾ അത് നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നുമുള്ള A. പത്മകുമാറിൻ്റെ മൊഴിയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് SITയെ പ്രേരിപ്പിച്ചത്. എന്നാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബോർഡിൻ്റെ തലയിൽ വെച്ചൊഴിയാനാണ് മുൻമന്ത്രി ശ്രമിക്കുന്നത്. മുതിർന്ന നേതാക്കൾ പരസ്പരം പഴിചാരുന്നത് അണികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നുണ്ട്. അഴിമതിയിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ മാത്രമേ നടപടിയെടുക്കൂവെന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നിലപാട് ഉന്നത നേതാക്കളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപം ശക്തമാക്കുന്നു. ശബരിമലയിലെ ആചാരങ്ങളുമായും സ്വത്തുക്കളുമായും ബന്ധപ്പെട്ട വിഷയം ആയതിനാൽ തന്നെ വിശ്വാസി സമൂഹത്തിനിടയിൽ ഇത് വലിയ വൈകാരിക ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയം ഒരു വശത്തും തങ്ങളുടെ വിശ്വസ്തരായ നേതാക്കൾ പ്രതികളാക്കപ്പെടുന്നുവെന്ന ആശങ്ക മറുവശത്തും പാർട്ടിയെ അലോസരപ്പെടുത്തുന്നു. പത്മകുമാർ പത്തനംതിട്ടയിലെ സ്വാധീനമുള്ള നേതാവും മുൻ MLAയുമായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും വിയോജിപ്പുണ്ട്. നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ പുറത്തു വരുമോ എന്ന ഭയമാണ് പാർട്ടിയെ പിന്നോട്ട് വലിക്കുന്നത് എന്ന പൊതുവികാരം ശക്തമാണ്. അന്വേഷണ സംഘത്തിൻ്റെ നിർണായകമായ നീക്കങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. തെറ്റുകൾ തിരുത്തി ജനവിശ്വാസം ആർജിക്കാൻ ശ്രമിക്കുന്ന CPM-ന് മുന്നിൽ അന്വേഷണ സംഘം ഉയർത്തുന്ന ചോദ്യങ്ങൾ വലിയ വെല്ലുവിളിയാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുക പ്രയാസകരമാകും. ജനങ്ങൾക്കിടയിലേക്ക് പാർട്ടി പ്രവർത്തകർ വിശദീകരണവുമായിട്ട് എത്തുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മുതൽ പത്മകുമാർ വരെയുള്ള നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാനായിട്ട് കഴിയാത്തത് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വരും ദിവസങ്ങളിൽ കൂടുതൽ ദുഷ്കരമാക്കി മാറ്റുന്നതായിരിക്കും.